കോതമംഗലം വെറ്റിലപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ബിജു അറസ്റ്റിലായിരിക്കുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത്? എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്? പക്ഷേ ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു. തുടർന്ന് ഇന്നാണ് ബിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ സംഭവത്തിന്റെ തുടക്കം എന്നത് ഇരുവരും തമ്മിൽ, അതായത് ഈ ബിജുവും ബിജുവിന്റെ ഭാര്യ സെമിയും തമ്മിൽ ദിവസവും വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. അപ്പൊ പതിവ് പോലെ തന്നെ ഈ വ്യാഴാഴ്ച ദിവസം രാത്രി 8 മണിയോടുകൂടി തന്നെ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. തുടർന്ന് പ്രകോപിതനായ ബിജു ഒരു മാരക ആയുധമെടുത്ത് സിമിയുടെ കഴുത്തിന് മുറിവേൽപ്പിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ബിജുവിന്റെ കൈക്കും പരിക്കേറ്റിരുന്നു. തുടർന്ന് ഈ സിമി വാതിൽ തുറന്ന് തൊട്ടടുത്തുള്ളവരെ വിളിക്കുകയും തുടർന്ന് മുറ്റത്ത് എത്തി ബോധരഹിതയെ വീഴുകയുമായിരുന്നു. അതിനുശേഷം നാട്ടുകാർ ചേർന്നാണ് ഇവരെ രണ്ടുപേരും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ സിമി അപ്പോഴേക്കും തന്നെ മരണപ്പെട്ടിരുന്നു. ബിജു ICUവിൽ, പോലീസിന്റെ നിരീക്ഷണത്തിൽ ICUവിൽ തന്നെ തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് ബിജുവിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇതിനിടയിൽ വിരലടയാള വിദഗ്ധരടക്കം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പോലീസിന് തുടക്കം മുതൽ തന്നെ ബിജുവാണ് പ്രതി എന്ന കാര്യത്തിൽ വ്യക്തമായിരുന്നു. അതിനുശേഷം പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യവും വ്യക്തമായിരുന്നു. തുടർന്ന് ഇതോടെ ബിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ബിജുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതിലും 12 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ ആഴവുമായിരുന്നു സിമിയുടെ കഴുത്തിൽ മുറിവിനുണ്ടായിരുന്നത്. അക്ഷയ. സ്നേഹമോൾ നൈനാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.